അവന് നിന്നെ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയാൻ ഒരു സുഹൃത്തുള്ളത് വളരെ നല്ലതാണെന്നാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീഡു പറയുന്നത് ആണല്ലേ? അവൾ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു, ജസ്മോൻ ഐ ഡോണ്ട് നോ വിച്ച് കാസ്റ്റ് ഈസ്. ഓ, കാസ്റ്റ് ഒരു വലിയ പ്രശ്നമാണല്ലേ? അതെ, സൺഡേ സ്കൂൾ അല്ലല്ലോ. സൺഡേ സ്കൂൾ അല്ല. പക്ഷെ അവള് ക്രിസ്ത്യനാണെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ, നമ്മളതൊക്കെ തപ്പിയായിരുന്നു. അതെ അതെ. പക്ഷെ അവക്കതൊരു വലിയ പ്രശ്നമാണ്. കാര്യം ജീസ് യഹോവ സാക്ഷി നേട്ടു. പിന്നെ എനിക്കറിയാം. പിന്നെ അത് ഇച്ചിരി പ്രശ്നമാണ്. നമ്മള് വെറും ഇതായിട്ട് പോരാ, അവരുടെ തന്നെ ഇതിൽ വേണല്ലോ അല്ലേ? കാത്തലിക്. എനിക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പൊ അവള് പറഞ്ഞു വീട്ടുകാരുടെ എതിർപ്പും അതും ഇതും ഭയങ്കരമായിരിക്കും, അവനോട് വേണ്ടാന്ന് പറ, അവൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടൂലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അവൻ അതുപോലെ തന്നെ വന്ന് എന്നോട് പറഞ്ഞു, ഇതിലും നല്ല പെണ്ണിനെ കിട്ടും നീ തപ്പിക്കൊള്ളാൻ. അതെ. അപ്പൊ അവനല്ലോ അതിന് മറുപടി പറയണ്ട, ഞാനാണല്ലോ പറയണ്ട. തീർച്ചയായും. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു കഫറ്റീരിയയിലേക്കാണ് കഥ എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രിപ്പറേഷന് ശേഷമാണോ ഈ കഫറ്റീരിയയിൽ പോയെ? അതെ, ഒരുപാട് റിഹേഴ്സൽ നടത്തി, കണ്ണാടിയിൽ വരെ നോക്കി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഈ കഫറ്റീരിയയിലെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്രണയം തുറന്ന് പറഞ്ഞ ആ സമയവും അത് കേൾക്കണ്ടേ? അതിന് പക്ഷെ കുറച്ചുകൂടി സമയം വേണം. ഞാൻ സസ്പെൻസ് ആക്കി ഇടുക. ഈ പാട്ടുകൾക്ക് ശേഷം ജസ്മോനും റീനുവും തിരിച്ചു വരും. അപ്പൊ കഥ പറയും. സ്റ്റേ ട്യൂൺഡ്. കാരണം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു ആൻഡ് ജസ്മോൻ. കഫറ്റീരിയയിൽ നമ്മൾ എത്തി. ആരാണ് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തത്? അവിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി സെറ്റ് ചെയ്തു. നല്ല ഫ്രണ്ട്സ് ആണല്ലേ? നല്ല സൂപ്പർ ഫ്രണ്ട്സ്. ഓക്കെ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അവളുടെ കൂടെ ഇരുന്നു. ഐ ടുക്ക് 2 കോഫി. കഫറ്റീരിയയിൽ അങ്ങനെ ഫ്രണ്ട്സ് സെറ്റ് ചെയ്തു, 2 കാപ്പി ഓർഡർ ചെയ്തു. അതെ. എന്നിട്ട് ഞാൻ അവളോട് ഇത്രയും നേരം പഠിച്ചു വെച്ചതും പറഞ്ഞു വെച്ചതും എല്ലാം മറന്നുപോയി. അവിടെ വെച്ചിട്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ. എന്നിട്ട് പിന്നെ പപ്പ അടിക്കാൻ തുടങ്ങിയോളൂ. എന്തോ ഒരു ധൈര്യം കിട്ടി. ഞാൻ ചോദിച്ചു, ജോംസ് കാര്യം പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അല്ലാതെ എന്റെ ഐ ലവ് യു ഒന്നല്ല, കൂട്ടുകാരെ ചോദിച്ചിട്ടില്ലേന്ന്. എന്നിട്ട് ജോംസ് കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു യെസ് ഹി ടോൾഡ് മീ. അപ്പോ ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവൻ നിന്നോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വഴിയാ ചോദിക്കണേ. അതെ അതെ. ഓക്കെ. അങ്ങനെ കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ അതാണ്, കാസ്റ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ മീ, വീട്ടുകാർ അംഗീകരിക്കില്ല. ഭയങ്കര പാടാ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം ഡാം സീരിയസ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. എന്റെ വീട്ടിൽ എന്തായാലും ഇറക്കി വിടും, നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നമുക്ക് ഒരുമിച്ച് പോയി താമസിക്കാന്നാണോ? അങ്ങനെയല്ല, നമുക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ മാക്സിമം നോക്കാം. ബട്ട് ഡോണ്ട് വെറി, ഞാനിത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഐ വോണ്ട് ലെറ്റ് യു ഗോ. അവളൊന്നും മിണ്ടിയില്ല. വെരി ബാഡ് സിറ്റുവേഷൻ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ എന്താ പറയണേ? അവള് തലയിട്ടാട്ടുണ്ട്. നോ ഇറ്റ് വോണ്ട്. അവള് കാരണം അവൾ ഒറ്റ മോളാണ്, അവളുടെ പപ്പയും മമ്മയും അവളെ അങ്ങനെ നോക്കുന്നത്. ഓക്കെ. അതിപ്പോ 2 പിള്ളേരാണെങ്കിലും അങ്ങനെ ആടും, അതിൽ കാര്യമൊന്നുമില്ല, പറഞ്ഞു. അവസാനം എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, തരിയൻ അഗസ്റ്റ്. വെറൈറ്റി പേരാണ് തരിയൻ. അവിടെ ഒരു സുഹൃത്ത് വീണ്ടും കയറി വന്നിട്ടുണ്ട്. ഈ സുഹൃത്ത് എന്തായിരിക്കും പറഞ്ഞത്? ശരിക്കും ഞാനൊരു നോവല് പോലെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇതിന്റെ ബാക്കി ചോദിക്കാം. പക്ഷേ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ് വിത്ത് റീനു ആൻഡ് ജസ്മോൻ. ഇവനെ എനിക്ക് കുറെ നാളായിട്ട് അറിയാം എന്നായിരിക്കണം ആ ഫ്രണ്ട് ജസ്മോന്റെ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്, എന്റെ കൂടെ ജസ്മോൻ. അങ്ങനെയാണോ ആ ഫ്രണ്ട് പറഞ്ഞേ? ആണോ? എന്ത് പറഞ്ഞു? എന്നിട്ട് പിന്നെ അവൻ ഒന്ന് പറഞ്ഞു, ഇവനെന്നെ കുറെ നാളായിട്ട് അറിയാം, യു ക്യാൻ ട്രസ്റ്റ് ഹിം. ഇന്റർഫിയറൻസ് ആയി ഒരാൾ വേണ്ടി വന്നു എന്റെ പ്രണയം തുറന്നു പറയാം. അതെ അതെ, നേരെ പറയാൻ വെറുതെ കണ്ണാടി വേസ്റ്റാക്കി, സമയം വേസ്റ്റാക്കി. അതെ, പറഞ്ഞ് പഠിച്ചു വെച്ചതും പറഞ്ഞു വെച്ചതെല്ലാം മറന്നു. അതങ്ങനെയാണല്ലോ. അതെ, കൂട്ടുകാരില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല. എന്നിട്ട് അവൻ അങ്ങനെ പറഞ്ഞപ്പോ അവൾ എന്തു പറഞ്ഞു? അവള് പറഞ്ഞു ഐ നീഡ് ടൈം. ഓ, എത്ര നാൾ? ഐ ഡോണ്ട് നോ. ഓക്കെ. ക്ലാസ് തുടങ്ങാറായി. ഐ നീഡ് ടൈം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ അവൾ എഴുന്നിട്ട് പോയി. എങ്ങും എത്താതെ കാപ്പി മാത്രം അവിടെ. എങ്ങും എത്താതെ കാപ്പി മാറി. അതെ, എന്റെ പ്രണയം ഒരു തീരുമാനമായി. എന്നിട്ട് പോയി. പിന്നെ അവള് നമ്പർ എന്റെ ഉണ്ടായിരുന്നു. നൈറ്റ് ഞാൻ വിളിച്ചു. ഓ, നമ്മൾ ഇതുകൊണ്ട് വിട്ടില്ല. വിടില്ല. നൈറ്റ് ഞാൻ വിളിച്ചു. ചോദിച്ചു നീ ആലോചിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് തിരിച്ചു ചോദിച്ചു, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ? എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ എല്ലാ പെണ്ണിന്റെ പേടിയാ. അതെ, അവനതെ ആലോചിച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞു.
I got a yes from the talk. That's all. മനസ്സിലായി. Yeah. അത്ര ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഐ ലവ് യു ടു പറഞ്ഞിട്ടില്ല. I love you പറഞ്ഞിട്ടില്ല. താനങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞു. I love you പറഞ്ഞില്ല. എടോ ഇയാളിത് പറഞ്ഞിട്ടില്ല. പൈങ്കിളിയാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. തിരിച്ചു കേൾക്കാനും പറ്റിയിട്ടില്ല. ഇല്ല. ഈ ക്ലബ് എഫ്എമ്മിലെ ലവ് പേജിൽ എനിക്കൊരു സംശയം വരുന്നു. ഇയാൾ ശരിക്കും പ്രേമിക്കുന്നുണ്ടോ? ക്ലബ് എഫ്എമ്മിൽ ഈ പാട്ട് ഞാൻ ജസ്മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ, കാരണം ലവ് പേജിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് രേണു ആൻഡ് ജസ്മോൻ. ഐ ലവ് യു പറയുന്ന പഴങ്കിളിയാണ് വലിയടോ. ആണോ? അങ്ങനെ നേരെ കയറി ചോദിക്കാൻ. ഇതിന്റെ നോ താങ്ങാൻ പറ്റൂല. പറ്റത്തില്ല. എടോ ഞങ്ങൾക്ക് ഒരു ഐ ലവ് യു പറയാറുണ്ടോ? അപ്പൊ അതൊക്കെ വേസ്റ്റ് ആണോ? വേസ്റ്റ് ആണെന്ന് വെച്ചാൽ ആൾക്കാരുടെ മൈൻഡ് അനുസരിച്ച്. ഇവള് പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീരിയസ് ക്യാരക്ടറാണ്. ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഷീസ് ടോക്കറ്റീവ്. സംസാരിക്കുന്ന കുട്ടികളെ ഇഷ്ടം. എന്നെ പോലെ ഒരു നല്ല കുട്ടിയായിരിക്കും അല്ലേ? എന്നെ പൊക്കി പൊക്കി എനിക്ക് വയ്യ. ആ കുട്ടിയോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു. പേര് പറയണ്ട, പറഞ്ഞോ. ഒരു ലവ് മെസ്സേജ് കൊടുത്തോ. I won't let you go, be with me till I die. എന്തൊരു റൊമാൻസ്. ഐ വോണ്ട് ലെറ്റ് യു ഗോ, ഐ വോണ്ട് യു ടിൽ ഐ ഡൈ എന്ന് തന്നെ പറഞ്ഞ് പ്രണയിക്കണം. അങ്ങനെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് ഈ രാത്രി രേണു ആൻഡ് ജസ്മോൻ ആർ സൈനിങ് ഓഫ്. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് and keep listening to Love Bites on Club FM. Good night, Jasmine.